മലപ്പുറത്ത് കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ചു എന്നാണ് വാർത്ത. മരിച്ചത് ഉച്ചക്കുളം ഊരിലെ നീലിയാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. ആവർത്തിക്കുന്നു കേരളത്തിലെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ദാരുണമായ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ദാരുണമായ മരണങ്ങൾ. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഈ ഈ ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇതിപ്പോ അടുപ്പിച്ചുണ്ടാകുന്ന നാലാമത്തെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന മനുഷ്യനാണ്. ഹാഷ്മി, 11 മണിയോട് കൂടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലപ്പുറം മൂത്തേടത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉച്ചക്കുളം ഊരിലെ നീലി എന്ന് പറയുന്ന സ്ത്രീക്കാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. ആദിവാസി സ്ത്രീയാണ് ഈ നീലി വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിലേക്ക് പോയതായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ ആക്രമണം നീലിക്ക് നേരെ ഉണ്ടായത്. അതിന് പിന്നാലെ നീലിയെ വനത്തിൽ നിന്നും എത്തിച്ച് നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിനിടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് 11 മണിയോട് കൂടെയാണ് ഈ ദാരുണമായ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഈ ആദിവാസി യുവാവ് സമാനമായ രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും അതും ഈ വനമേഖലയിൽ വെച്ച് ഈ സ്വന്തം ഊരിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ വലിയ സമരങ്ങൾക്കെല്ലാം നിലമ്പൂർ സാക്ഷ്യം വഹിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതേ നിലമ്പൂർ മറ്റൊരിടത്ത് വെച്ച് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും ഒരു ജീവൻ കൂടി പൊലിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വനമേഖലയിൽ വെച്ചാണ് ഇവർക്ക് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പതിവ് പോലെ ഈ വിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിലേക്ക് പോയതായിരുന്നു നീലി. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു നീലിക്ക്. പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ഹാഷ്മി, നീലിയും അവിടെയുള്ളവർ സ്ഥിരമായി പോകുന്ന സ്ഥലമാണോ? അവിടെ നേരത്തെ കാട്ടാനുള്ള സ്ഥലമാണോ സമീർ? ഹാഷ്മി, നിലമ്പൂർ മൂത്തേടം ഉൾപ്പെടെയുള്ള ഇടങ്ങൾ ഈ വനമേഖലയാണ്. ഇവിടെ നിരവധി ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട്. പതിവ് പോലെ ഇവർ ഈ വനമേഖലയിൽ എത്തി ഭക്ഷണവും എല്ലാം തന്നെ ശേഖരിക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതുമൊക്കെ തന്നെ പതിവ് കാഴ്ചയാണ്. പലപ്പോഴും ഈ കാട്ടാനകളിൽ നിന്നൊക്കെ ഇവർ നേടാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും പതിവ് പോലെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്താണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിന് പിന്നാലെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഈ മൂത്തേടം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിരവധി ആദിവാസി ഊരുകളുണ്ട്. ഇവർ പലപ്പോഴായി ഈ വനത്തിലേക്കെല്ലാം തന്നെ വനവിഭവങ്ങൾ, പ്രത്യേകിച്ച് തേൻ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിലേക്ക് പോകാറുമുണ്ട്. പക്ഷേ ഈ അപകടം സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു സ്ഥിരമുള്ള സംഗതിയല്ല. എന്നാൽ ഇന്ന് ഒരു അപകടം ഉണ്ടായിരിക്കുന്നു, ഇവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. ഹാഷ്മി, നീലിക്കൊപ്പം ഇടക്കരയിൽ ഈ വനഭൂമി ശേഖരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നീലിക്കൊപ്പം ആരാണ് ഉണ്ടായിരുന്നത്? മറ്റുള്ള നാട്ടുകാരെന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? എങ്ങനെയാണ് നീലിക്ക് അപകടമുണ്ടായ അല്ലെങ്കിൽ കാട്ടാന ആക്രമിച്ച കാര്യം നാടറിയുന്നത് സമീർ? ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നീലി താമസിക്കുന്ന ഊരിന് സമീപമുള്ളവരാണ് ഈ നീലി ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ വനപ്രദേശമായതുകൊണ്ട് തന്നെ അവിടേക്ക് വാഹനങ്ങൾ പോകാത്ത ഒരു സാഹചര്യമുണ്ട്. ഏറെ ഇവരെയൊക്കെ ശരീരത്തിൽ വഹിച്ച് ആയിരിക്കണം ഈ റോഡ് ഉള്ള ഭാഗത്തേക്ക് എത്തിക്കാനാവും. അങ്ങനെ ഏറെ നേരത്തിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാനായത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എന്നാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ തന്നെ ഗുരുതരമായ പരിക്ക് നീലിക്ക് പറ്റിയിരുന്നോ സമീർ? ഹാഷ്മി, തീർച്ചയായും കാട്ടാന ആക്രമിച്ച സമയത്ത് തന്നെ കാര്യമായ പരുക്ക് നീലിക്ക് ഏറ്റിരുന്നു എന്നുള്ളതാണ് നിലവിൽ ദൃക്സാക്ഷികളും മറ്റുള്ളവരും വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഈ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. എങ്ങനെയാണ് നീലി ഈ ആനയ്ക്ക് മുന്നിൽ പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇവർക്ക് വനം കൃത്യമായി അറിയാവുന്നവരാണ്. കാട്ടാന വരുന്നതുമൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാനും ഇവർക്കാകുന്നതാണ്. കാരണം ഇതൊരു പുതിയ കാര്യമല്ല ഇവർ ഈ വനത്തിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം എങ്ങനെ കാട്ടാനക്ക് മുന്നിൽ അപ്രതീക്ഷിതമായി പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. എങ്ങനെയാലും നീലിക്ക് അപ്രതീക്ഷിതമായി കാട്ടാനോട് ആക്രമണം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ
മരണത്തിന് കീഴടക്കിയിരിക്കുന്നു. വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ വീണ്ടും പൊലിയുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഈ നിലമ്പൂരിൽ തന്നെ വനമേഖലയിൽ വെച്ച് മണി എന്ന് പറയുന്ന ആദിവാസി യുവാവിനും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹം നാട്ടിലെത്തി പിന്നീട് ഊരിലേക്ക് മടങ്ങുന്നതിനിട്ടാണ് കാട്ടാനക്ക് മുന്നിൽപ്പെടുകയും കാട്ടാന അദ്ദേഹത്തെ തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കുകയും ചവിട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ കാട്ടാനയുടെ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ സമരങ്ങളൊക്കെ തന്നെ നിലമ്പൂരിൽ അനങ്ങേറി. പ്രത്യേകിച്ച് PV അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വന്യമൃഗ ശല്യത്തിനെതിരെ സമരവും നിലമ്പൂരിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നും ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു, ഒരു ജീവൻ പോലും പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയാണ്. മലപ്പുറത്താണ് കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ചത്. ഉച്ചക്കുളം ഊരിലെ നീലിയാണ്, വീട്ടമ്മയാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. സ്ഥിരമായി ഈ മേഖലകളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഉപജീവന മാർഗമോ ഭക്ഷണ മാർഗമോ ഒക്കെ അതൊക്കെ ആവണം. അത് ശേഖരിക്കാൻ പോകുമ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും അങ്ങ് വലിയ ഞെട്ടൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം നമ്മൾ ആ വാർത്തയുടെ ആവർത്തന വാർത്തകൾ പല ദിവസങ്ങളും നമ്മൾ കേൾക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സമീർ ബിൻ കരീം പറഞ്ഞ് നിലമ്പൂരെ തന്നെ മണി, അതിനു മുൻപ് അമർ ഇലാഹി, അതിനു മുമ്പ് എൽദോസ്, അങ്ങനെ പിന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറേയധികം മനുഷ്യരുടെ ചോര നമുക്ക് ആ വഴികളിലൊക്കെ ഈ കാട്ടാന ചവിട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ വാർത്ത കേരളത്തിൽ അങ്ങനെ വലിയ അമ്പരപ്പും വലിയ ഞെട്ടലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയല്ല. കാട്ടാനക്കലിയുടെ കാട്ടാന മനുഷ്യരെ അങ്ങേയറ്റം ദാരുണമായി പിച്ച് ചിന്തുന്നതിൻ്റെ വാർത്ത ആവർത്തിച്ച് വരികയാണ്. വനം വകുപ്പ് എന്ത് എന്ന് ചോദിച്ചാൽ വനം വകുപ്പ് വന നിയമ ഭേദഗതിയുടെ തിരക്കിലാണെന്ന് തോന്നുകയാണ്. ഇതിപ്പോൾ ആവർത്തിക്കണം. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ കാട്ടാന മാത്രമാണ്, കടുവ, പുലി, ആ മേഖലയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത വണ്ണം അവരെ പ്രാണഭയത്തിലാഴ്ത്തിക്കൊണ്ട് ആദിപ്പെടുത്തിക്കൊണ്ട് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ജോലിക്ക് രാവിലെ ഇറങ്ങാൻ കഴിയാത്ത വണ്ണം വീടുകൾക്കകത്ത് തളച്ചുകൊണ്ട് ഈ പറയുന്ന വന്യജീവി വിളയാട്ടമൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും കാര്യമായി ചെയ്യപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ എന്തു ചെയ്യുന്നു എന്ന കാര്യം നമുക്കിപ്പോഴും അറിയില്ല. ചെയ്യുന്നുണ്ട് എന്ന് വനം മന്ത്രി ആവർത്തിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ ഓരോരോ മേഖലകളിൽ കാട്ടാനിറങ്ങി മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നു. ഇപ്പോൾ ആന ചവിട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്യന്തം ദയനീയമാണ്. എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഒരു നോക്കൊന്നു ഒന്ന് നേരാവണ്ണം കാണാൻ പോലും കഴിയാത്ത വണ്ണം പിച്ച് ചീന്തിയ പരുവത്തിലാകും ഓരോരോ മൃതദേഹങ്ങളും ഉണ്ടാവുക. ആ പട്ടികയിലേക്ക് ആ മരണപ്പട്ടികയിലേക്ക് ആ ചോരപ്പട്ടികയിലേക്ക് നീലി എന്ന് പറയുന്ന മലപ്പുറത്തെ ഉച്ചക്കുളം ഊരിലെ നീലി കൂടി സങ്കടത്തോടെ കയറി നിൽക്കുകയാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്.